എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം എൻ്റെ ഡൗട്ട്. ഇപ്പോൾ ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ എന്തെങ്കിലും മെൻ്റൽ ഇൽനെസ് ഉള്ളവർ, അല്ലെങ്കിൽ HIV പോലത്തെ അസുഖമുള്ളവർ, അപ്പോൾ ഇവർക്കൊക്കെ എങ്ങനെയായിരിക്കും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ളൊരു പ്രൊസീജിയർ? വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. പക്ഷേ സാധാരണഗതിയിൽ ഒരു 40% കൂടുതൽ ഡിഫോമിറ്റി ഉള്ളവർക്ക് മിക്ക ഹെൽത്ത് ഇൻഷുറൻസ് ജനറൽ ഇൻഷുറൻസ് കമ്പനികളും ഇൻഷുറൻസ് പോളിസികൾ കൊടുക്കാറില്ല. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നവർക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കണമെങ്കിൽ എങ്ങനെയായിരിക്കും അതിനൊരു പ്രൊസീജിയർ എങ്ങനെ ചെയ്യും? സോ അതിന് ശരിക്കും പറഞ്ഞാൽ RPWD ആക്ട് 2016 അതും പ്രകാരം ഏകദേശം 21ഓളം ഡിഫോമിറ്റി ആൻഡ് ഇൽനെസ് കണ്ടീഷൻസ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ RPWDയിൽ പറയുന്നത് അനുസരിച്ച് എക്സ്ക്ലൂസീവായിട്ടുള്ള ചില ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, ചില ഇൻഷുറൻസ് കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കാറ്റഗറിയിലുള്ളവർക്കും നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് അപ്ലൈ ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും. അതായത് ഈ റീലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഈ 21 ഡിഫോമിറ്റീസ് അല്ലെങ്കിൽ ഇൽനെസ് എന്താണെന്ന് കൊടുക്കാം. അപ്പോൾ അത് നോക്കിയാൽ ആ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ പരമാവധി 5 ലക്ഷം രൂപ വരെ അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. അപ്പം ഈ പ്രേക്ഷകരിൽ ആരെങ്കിലും ഈ കാറ്റഗറിയിൽ വരുന്നവരാണ്, അവർക്ക് ഇങ്ങനെയുള്ള പോളിസി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പോളിസിയിൽ ചേരേണ്ട എല്ലാവിധ ഹെൽപ്പും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. ഡെഫായിട്ടുള്ള ഒരാളാണ് കോൺടാക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് അവർ വിഷമിക്കേണ്ട കാര്യമേ ഇല്ല. അവർ നമുക്കൊരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്മളൊരു സൈൻ ലാംഗ്വേജ് ഇൻ്റർപ്രറ്ററിൻ്റെ ഹെൽപ്പോട് കൂടി അവർക്ക് ഈ പോളിസിയുടെ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും ഈ പോളിസിയിൽ ജോയിൻ ചെയ്യാനുള്ള എല്ലാ ഫോർമാലിറ്റീസും നമ്മൾ തന്നെ അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. സോ ഇത്തരത്തിലുള്ള കൂടുതൽ പ്രാക്ടിക്കൽ ടിപ്സിനായി ഞങ്ങളുമായി ബന്ധപ്പെടുക. Till we meet again, take care.